അഊദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആദ്യമേ ഈയൊരു വലിയ നമ്മളുടെ സമയം ചിലവഴിച്ചുകൊണ്ടുള്ള നമ്മളുടെ വലിയൊരു ചിന്തയും ഒരുപാട് ദിവസത്തെ ദീർഘമായ ഇരുത്തവും ആലോചനയും മുന്നോട്ട് വെച്ച ഈ ഒരു സംരംഭത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചരിത്രത്തിലെ വലിയൊരു മുന്നേറ്റമായും ഇനിയും ധാരാളമായി ഇതിൽ നിന്നും പ്രതിഫലനങ്ങൾ ഉണ്ടാവുന്ന ഒരു നിമിഷമായും റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ എന്ന് ആദ്യമായി പ്രാർത്ഥിക്കുകയാണ്. ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മൾ സാധാരണയായി ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്നും പറയുന്നത് പോലെ വെറുതെയെങ്കിലും ഒരു ഫെമിനിസത്തെക്കുറിച്ചോ നമ്മളുടെ കുട്ടികൾ ഫെമിനിസ്റ്റ് ആവുന്നു എന്ന പദം പറഞ്ഞുകൊണ്ടോ അതല്ല എങ്കിൽ നമ്മുടെ ആൺമക്കൾക്ക് ഇപ്പോൾ വിവാഹം കഴിക്കുവാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടോ ഉത്തരവാദിത്ത ബോധമില്ല എന്ന് പറഞ്ഞതുകൊണ്ടോ ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു ഡിസ്കോസിൻ്റെ പേരല്ല ജെൻഡർ ഡിസ്കോസ് എന്നത്. വളരെ ഗൗരവത്തോടുകൂടി പ്രത്യേകിച്ച് ഇസ്ലാമിൻ്റെ ബേസിൽ നിന്നുകൊണ്ട് എന്താണ് ജെൻഡറിനെ കുറിച്ച് സംസാരിക്കുന്നത്, ആണിനെക്കുറിച്ച് പെണ്ണിനെക്കുറിച്ച് ഇടത്തെക്കുറിച്ച് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഉത്തരവാദിത്തത്തെക്കുറിച്ച് കുടുംബത്തിനെക്കുറിച്ച് ഡ്യൂട്ടിയെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലും ഗൗരവത്തിലും നമ്മൾ ചർച്ച ചെയ്താൽ മാത്രമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു സമൂഹത്തിൻ്റെ നല്ല ഭാവിയെ തകർക്കുവാൻ ആരെങ്കിലും ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, അല്ല കറക്റ്റായി പറഞ്ഞാൽ ഇസ്ലാമിൻ്റെ ആശയ ആദർശങ്ങൾ ഇല്ലാതാവണം, അതിന് ജീവിതത്തെക്കുറിച്ചുള്ള സങ്കല്പം, മനുഷ്യനെക്കുറിച്ചുള്ള സങ്കല്പം, മൊറാലിറ്റിയെക്കുറിച്ചുള്ള സങ്കല്പം അതിൻ്റെ കടക്കൽ കത്തിവെക്കണമെന്ന് വല്ലവരും ഉദ്ദേശിച്ചാൽ ആദ്യം കുടുംബത്തിൻ്റെ വേരറുക്കുക എന്നതാണ് പരിഹാരമെന്ന് മനസ്സിലാക്കിയവരാണ് നമുക്ക് ചുറ്റുമുള്ളവർ. അതുകൊണ്ട് തന്നെ വളരെ നിസ്സാരമായ അർത്ഥത്തിൽ നമ്മൾ ഈ വിഷയത്തെ സമീപിക്കരുത്. ഇത് തീർച്ചയായിട്ടും ഈ ഒരു സംവാദം നമ്മളുടെ തുടർ പഠനങ്ങളിൽ വായനകളിൽ ഉണ്ടാവണമെന്നതാണ് എന്നോടെന്ന പോലെ തീർച്ചയായിട്ടും നിങ്ങളോടും പറയുവാനുള്ളത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചു അല്ലേ, ഇപ്പോൾ കണക്റ്റിൽ ഹോമോസെക്ഷാലിറ്റിയെക്കുറിച്ച് പറഞ്ഞാൽ, ഹോമോസെക്ഷാലിറ്റി എന്നത് നമ്മളുടെ പാഠപുസ്തകങ്ങളിൽ ജെൻഡർ ന്യൂട്രൽ യൂണിഫോമുകളെക്കുറിച്ചും അത്തരം കുടുംബ സംവിധാനങ്ങളെക്കുറിച്ചും സംസാരിക്കുന്നത് ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായി കൊണ്ടാണ് എന്ന് പറഞ്ഞാൽ, ഹോമോസെക്ഷാലിറ്റി എന്നത് ഗേ എന്നതോ ലെസ്ബിയൻ എന്നതോ ഇസ്ലാമിലില്ല എന്ന് നമ്മൾ ഇവിടെ നിന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞാൽ, കണക്റ്റ എന്ന് പറയുന്ന എക്സിബിഷൻ LGBTQ എന്ന് പറയുന്ന വലിയൊരു സമൂഹത്തെ നിരാകരിച്ചിരിക്കുന്നു എന്നതായിരിക്കും വലിയൊരു വാർത്ത. എന്ന് പറഞ്ഞാൽ ആർക്കും പറയുവാനോ പ്രതിഷേധിക്കുവാനോ എതിർത്തൊരു സംവാദത്തിലോ ഏർപ്പെടുവാനോ സാധിക്കാത്തത്ര ആഴത്തിൽ വേരൂന്നിയിരിക്കുന്നു ഇന്നത്തെ ചില ജെൻഡർ പൊളിറ്റിക്സുകൾ എന്നത് നമ്മൾ ഗൗരവത്തിൽ കാണേണ്ടുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് കേരളത്തിൽ തന്നെ എല്ലാവരെയും അല്ലെ, ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകൾ ഒരു സമയമായാൽ TV-യുടെ മുമ്പിലിരുന്ന് ഇന്നത്തെ ആ ഹൗസിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നറിയാൻ വേണ്ടി ഇരുന്ന് കാണുന്ന മനുഷ്യർ 2 പെൺകുട്ടികളെക്കുറിച്ച് ഇത്രമാത്രം സങ്കടപ്പെട്ടത്. അതുകൊണ്ടാണ് ആ പെൺകുട്ടികളുടെ പൊളിറ്റിക്സ് എൻ്റെ പൊളിറ്റിക്സിന്, എൻ്റെ മതത്തിൻ്റെ പൊളിറ്റിക്സിന് ബാധിക്കില്ല, അല്ലെങ്കിൽ അത് ചേരുന്നതല്ല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിൽ അവരെ കയറ്റിക്കോളും, നിങ്ങളുടെ വീട്ടിൽ അവരെ കയറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ മനുഷ്യരല്ല എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടതാണ്. എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ ലൂത്ത് നബി അലൈഹിസ്സലാമയുടെ സമൂഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ആ സമയത്ത് ലൂത്ത് നബി അലൈഹിസ്സലാം സ്വന്തം സമൂഹത്തോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലേ, മലക്കുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് പോകുന്നു, തങ്ങളുടെ അതിഥികളെ തങ്ങൾക്ക് സെക്സ് ചെയ്യാൻ ആവശ്യമുണ്ടെന്ന് ആവശ്യപ്പെടുന്നു, ഞങ്ങളുടെ ഇണകളാക്കണമെന്ന് ആവശ്യപ്പെടുന്നു, എൻ്റെ പെൺമക്കളെ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരാമെന്ന് പറയുമ്പോൾ ലൂത്തെ ഞങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് നിനക്കറിയാമല്ലോ എന്ന് തിരിച്ച് ലൂത്ത് നബി അലൈഹിസ്സലാമയോട് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ലൂത്ത് നബി അലൈഹിസ്സലാം ആ കൂടിയിരിക്കുന്ന ജനസമൂഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അലൈസ മിൻകും റജുലുൻ റഷീദ, പക്വതയുള്ള, വിവേകമുള്ള, അന്തമുള്ള, നിലപാട് പ്രഖ്യാപിക്കാൻ ശേഷിയുള്ള,
മനുഷ്യനെക്കുറിച്ച്, മനുഷ്യൻ്റെ ജീവിതത്തെക്കുറിച്ച്, സൃഷ്ടിപ്പിനെക്കുറിച്ച് വകതിരിവുള്ള ഒരു മനുഷ്യനും നിങ്ങളുടെ കൂട്ടത്തിൽ എഴുന്നേറ്റ് നിന്ന് വർത്തമാനം പറയാനില്ലേ എന്നതായിരുന്നു ആ ചോദ്യം. യഥാർത്ഥത്തിൽ ആ ചോദ്യം ആവശ്യപ്പെടുന്ന ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടേയിരിക്കുന്നത് എന്ന് ആമുഖമായി പറഞ്ഞു വെക്കുകയാണ്. നമ്മുടെ കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്ന എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ചായിരിക്കും അല്ലേ. നമ്മളെന്നും സ്ത്രീ സ്വാതന്ത്ര്യവാദികളെന്നും അതല്ല എങ്കിൽ വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ട ഒരു കൂട്ടരുടെ സംരക്ഷണത്തിന് വേണ്ടി യുദ്ധം തന്നെ ചെയ്യേണ്ടി വന്ന ഒരു കൂട്ടരെ കുറിച്ച് കൂടിയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. ട്രംപ് അടക്കമുള്ള, ഇലോൺ മസ്കിനെ പോലെയുള്ള, പ്രിൻസ് ആൻഡ്രൂവിനെ പോലെയുള്ള ധാരാളം ആളുകൾ, മൈക്കിൾ ജാക്സനെ പോലെയുള്ള സിനിമ സംവിധാന ഭരണ സ്ഥിരാകേന്ദ്രങ്ങളിലെ ശതകോടീശ്വരന്മാരെന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് പീഡോഫീലിയയുടെ പേരിൽ ഇന്ന് നമ്മുടെ മുമ്പിൽ സ്ക്രീനിൽ തെളിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അതിക്രൂരമായിട്ട് ആ പെൺകുട്ടികൾ അവരുടെ വീഡിയോസിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, പെയിൻഫുൾ മെമ്മറീസ്, അതല്ലാതെ വേറൊന്നും അവർക്ക് പറയാനില്ല. ഞാൻ 14-ാമത്തെ വയസ്സിലായിരുന്നു ക്രൂരമായിട്ട് അവരുടെ ആ ഗ്യാങ്ങിലെത്തപ്പെട്ടത്. ജെഫ്രി എപ്സ്ലീപ്സ് എന്ന് പറയുന്ന ആളിൻ്റെ കെണിയിൽ ഞാൻ 14-ാമത്തെ വയസ്സിൽ, 16-ാമത്തെ വയസ്സിൽ, 17-ാമത്തെ വയസ്സിലാണ് ഞാൻ ആ ഐലൻഡിലേക്ക് എത്തിപ്പെടുന്നത് എന്ന് പറയുന്ന നിരവധി പെൺകുട്ടികളുടെ കഥകളാണ് നമ്മളിന്ന് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ എന്തായിരുന്നു എന്നാൽ ഒരു പുരുഷൻ്റെ കാമനകളെ തുറന്നു വിട്ടാൽ അതെത്രമാത്രം ക്രൂരമാകുമെന്നതിൻ്റെ നേർസാക്ഷ്യം കൂടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നേരത്തെ അദ്ദേഹം സൂചിപ്പിച്ചു, കുടുംബം എന്ന വ്യവസ്ഥ തകർക്കുക എന്നത് മാത്രമല്ല. നമ്മൾ സാധാരണ LGBT കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ചില ആളുകൾ ഒരു ദിവസം വന്നിട്ട് നമ്മളോട് പറയുകയാണ്, ഞങ്ങൾക്ക് കുട്ടികളുമായിട്ട് സെക്സ് ചെയ്യാനാണ് താല്പര്യം, അതുകൊണ്ട് അതിന് ഞങ്ങൾക്ക് പെർമിഷൻ തരണമെന്ന് പറഞ്ഞാൽ നിങ്ങളതിന് അനുവദിക്കുമോ എന്നതായിരുന്നു സാധാരണ നമ്മൾ ഇത്തരം ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ചോദിക്കാറുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾക്ക് ചിലപ്പോൾ നമ്മുടെ മുൻപിൽ പീഡോഫീലിക്കായ കുറേ മനുഷ്യർ എഴുന്നേറ്റ് നിന്ന് അവരുടെ ലക്ഷക്കണക്കിന് ഫോട്ടോസ്, ഇൻ്റർവ്യൂസ്, അഭിമുഖങ്ങൾ, ചിത്രങ്ങൾ, മെയിൽ സന്ദേശങ്ങളടക്കം നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ആണെന്ന് പറയുന്നതിനെയും പെണ്ണെന്ന് പറയുന്നതിനെയും ഇസ്ലാം അതിൻ്റെ മൊറാലിറ്റി അടിസ്ഥാനത്തിൽ എവിടെയാണ് നിശ്ചയിച്ചിട്ടുള്ളത് എന്നത് നമ്മളൊന്ന് ആഴത്തിൽ പഠിക്കണമല്ലോ. അതിൻ്റെ ഒരു സമയം കൂടിയാണിത്. കാരണം സത്യവിശ്വാസികളെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വിശുദ്ധ ഖുർആനിലൊരു പദമുണ്ട്, ലൈസ ദക്കറു കൽ ഉൻസ, ആണ് പെണ്ണിനെ പോലെയല്ലല്ലോ. ഇത് പറയുന്ന മറിയം ബീവിയുടെ ഉമ്മയാണ്. എനിക്കൊരു പെൺകുഞ്ഞാണ് റബ്ബെ പിറന്നു പോയത്, അവൾ പെൺകുട്ടിയാണ്. ഞാൻ നേർച്ച നേരാൻ നിൻ്റെ പള്ളിയിലേക്ക് നേർച്ച നേരാൻ വേണ്ടി ഇങ്ങനെ നീയത്താക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ കുഞ്ഞെന്ത് ചെയ്തു, പെൺകുഞ്ഞാണെന്ന് എന്ന് പറഞ്ഞ് സങ്കടപ്പെടുന്നൊരു സമയമുണ്ട്. അപ്പോഴാണ് റബ്ബ് പറയുന്നത്, ആണ് പെണ്ണിനെ പോലെയല്ല, നിനക്ക് ജനിക്കുന്ന കുഞ്ഞ് പെണ്ണാണെന്ന് നിന്നേക്കാളും ആദ്യം എനിക്കാണ് അറിയുക. എന്നിട്ട് ആ പെണ്ണിനെയാണ് ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് ഗർഭം ധരിക്കുവാനും ഈസാ നബി അലൈഹിസ്സലാമയ്ക്ക് ജന്മം കൊടുക്കുവാനും റബ്ബ് സെലക്ട് ചെയ്തത്. എന്ന് പറഞ്ഞാൽ എന്നോട് പറയുന്നത്, നമ്മുടെ കുടുംബത്തിൽ ആണിനും പെണ്ണിനും, കുടുംബത്തിലാവട്ടെ സമൂഹത്തിലാവട്ടെ, ഇവൻ ആണാണ് എന്നതുകൊണ്ട് ആ പ്രത്യേക റെസ്പെക്റ്റ്, ആണാണല്ലോ, ആൺകുട്ടിയാണല്ലോ അല്ലേ, ഇവൾ പെണ്ണാണല്ലോ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് മതി. ഭക്ഷണമൊക്കെ വിളമ്പുന്ന സമയത്ത് വളരെ നിസ്സാരമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ വീടകങ്ങളിലടക്കം ഇതിൻ്റെ അനീതി നടപ്പിലാക്കുന്നത് എന്നതുകൂടി നമ്മൾ എന്ത് ചെയ്യണം, കാര്യത്തിൽ പരിഗണിക്കണം. വീട്ടിൽ ഭക്ഷണം വിളമ്പുന്ന സമയത്ത് ഒരു പ്രമുഖയായൊരു നടി പറഞ്ഞിരുന്നു, എൻ്റെ ചെറുപ്പകാലത്ത് എൻ്റെ അനുജന് 2 കോഴി പീസ് കൊടുക്കും, എനിക്കൊരു കോഴി പീസാണ് തരിക. അപ്പോഴെല്ലാം അവൻ ആൺകുട്ടിയല്ലേ എന്നതാണ് അതിനെക്കുറിച്ച് പറഞ്ഞതെന്നാണ്. അപ്പം അവൻ ആൺകുട്ടിയല്ലേ എന്നതാണ് പറഞ്ഞത്. അപ്പോൾ ഇവള് പെൺകുട്ടിയല്ലേ, അതുകൊണ്ട് അനീതി കാണിക്കാം. ആൺകുട്ടിക്ക് എന്ത് ചെയ്യേണ്ടയില്ല, ആൺകുട്ടിക്ക് അത്ര കൊടുക്കണം, പെൺകുട്ടിയായതുകൊണ്ട് അത്ര വേണ്ടതില്ല. വളരെ നിസ്സാരമായ ഒരു ഉദാഹരണമാണിത്. പക്ഷെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ട് തന്നെയായിരിക്കാം നമ്മളുടെ ഉള്ളിൽ കടന്നുകൂടുവാൻ സാധ്യതയുള്ള വളരെ ചെറിയ എലമെൻറ്റിനെ കുറിച്ചുകൂടി പ്രവാചകന് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾക്ക് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും ഉണ്ടെന്ന് കരുതുക, അവർക്കിടയിൽ നിങ്ങൾ അനീതി കൽപ്പിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ആൺകുട്ടിയായതുകൊണ്ട് നിങ്ങൾ വേറൊരു പൊസിഷനും പെൺകുട്ടിയായതുകൊണ്ട് നിങ്ങൾ വേറൊരു പൊസിഷനും കൊടുക്കേണ്ടതില്ല എന്നതാണ്. ഇനി കുടുംബവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജെൻഡർ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ പരന്ന് കിടക്കുന്നൊരു സാധനമാണ്. അത് വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ പെൺകുട്ടികൾ പറയും, എന്താണ് എന്നോട് പലരും ചോദിക്കുന്നുണ്ട്,
പിന്നെ ആൺകുട്ടികൾക്കില്ലല്ലോ ഈ പർദ്ദ ഇങ്ങനെ മൂടി നടക്കുന്ന. അവരൊക്കെ വളരെ ഫ്രീ അല്ലേ, കാറ്റൊക്കെ കൊണ്ട് വളരെ റിലാക്സ്ഡ് ആയിട്ടല്ലേ അവർ ജീവിക്കുന്നത്. എനിക്ക് മാത്രം എന്തിനാണ് ഇങ്ങനെ ഹിജാബ്, ഇസ്ലാം ഇങ്ങനെ മൂടിപ്പൊതിഞ്ഞ വസ്ത്രം നൽകിയിരിക്കുന്നത്? ഇത് തന്നെ ഭയങ്കരമായ ഒരു ഡിസ്ക്രിമിനേഷനാണ് എന്നതടക്കം ജെൻഡർ പൊളിറ്റിക്സിൻ്റെ വാദമായിട്ട് നമ്മുടെ മുമ്പിലുള്ളൊരുന്ന ചോദ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് ഒരുപോലെയല്ല എന്നത് മനസ്സിലാക്കുകയാണ് ഇസ്ലാമിൻ്റെ ജെൻഡർ പൊളിറ്റിക്സിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വസ്തുത. ആണിനെയും പെണ്ണിനെയും പടച്ചവൻ ഒരുപോലെയല്ല സൃഷ്ടിച്ചത്. ഇത് ശാസ്ത്രം നമുക്ക് മുമ്പിൽ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ മുമ്പിലുള്ള പുരോഗമനവാദികൾ എന്ത് ചെയ്യുന്നില്ല, പലപ്പോഴും ഈ സത്യത്തെ പലപ്പോഴും മറന്നു പോകുന്നു എന്നതാണ് വസ്തുത. പക്ഷേ ഇസ്ലാം അതിൻ്റെ ഏതൊരു വസ്തുതയെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുമ്പോഴും എങ്ങനെയാണ് ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചത് എന്നതിൻ്റെ വ്യതിരിക്തത വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. അത് വസ്ത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഗർഭധാരണത്തെക്കുറിച്ചോ പാലൂട്ടലിനെക്കുറിച്ചോ സാമ്പത്തിക കൊടുക്കൽ വാങ്ങലിനെക്കുറിച്ചോ ക്രയവിക്രയത്തെക്കുറിച്ചോ സംസാരിക്കുമ്പോഴും ഈ പൊസിഷൻ്റെ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പെണ്ണ് പറയാന്നേരിക്കുക ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്, എനിക്ക് ഈ ഹിജാബ് വസ്ത്രധാരണം. അപ്പോഴാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൃത്യമായിട്ട് സൂറത്തുൻ നൂറിൽ നമ്മളോട് പറയുന്നത്, ആണിനോട് പറഞ്ഞത് എന്താ, നിങ്ങൾ നിങ്ങളുടെ കണ്ണുകൾ താഴ്ത്തുക. നിങ്ങളുടെ മൊറാലിറ്റിയുടെ ഫസ്റ്റ് സ്റ്റെപ്പാണത്. അതുവഴി ഒരു പെണ്ണിനെ റെസ്പെക്റ്റ് ചെയ്യേണ്ടുന്ന വർത്തമാനങ്ങൾ ധാരാളം പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുന്നു. അതേ സമയത്ത് പെണ്ണിന് കുറച്ച് ഉപദേശം കൊടുക്കുന്നുണ്ട്. അത് അവളുടെ ശരീരവുമായി ബന്ധപ്പെട്ട് അങ്ങനെയാണ് റബ്ബ് സൃഷ്ടിച്ചതെന്നതുകൊണ്ടാണ്. ഇത് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല, ആളുകൾ ചർച്ച ചെയ്യുന്നില്ല. ഇത് ഭയങ്കരമായി സ്ത്രീവിരുദ്ധമാണ് എന്നതാണ് ആളുകൾ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നത്. നിന്റെ മാറിടത്തിലേക്ക് നിന്റെ തട്ടങ്ങൾ താഴ്ത്തിയിടുക, നിന്റെ ശബ്ദം നീ സംസാരിക്കേണ്ടതില്ല എന്നതല്ല, സംസാരിക്കുമ്പോൾ വ്യക്തമായി കൃത്യതയോടുകൂടി നീ സംസാരിക്കുമ്പോൾ കൊഞ്ചിക്കുഴഞ്ഞ് സംസാരിക്കരുത്. അതൊരു പുരുഷൻ്റെ ഹൃദയത്തിലെ രോഗത്തെ എന്ത് ചെയ്യും, അധികരിപ്പിച്ചേക്കാം. അവിടെ പ്രതിക്കൂട്ടിൽ നിർത്തപ്പെടുന്നത് പെണ്ണിനെയല്ല, യഥാർത്ഥത്തിൽ അതിനെ നോക്കുമ്പോൾ ആണിൻ്റെ രോഗത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്. അതുകൊണ്ട് അങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിച്ചത് എന്ന വസ്തുതയെ മനസ്സിലാക്കി വേണം നമ്മൾ ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇടത്തെക്കുറിച്ച്, യാത്രയെക്കുറിച്ച്, വസ്ത്രധാരണത്തെക്കുറിച്ച്, മൊറാലിറ്റിയെക്കുറിച്ചൊക്കെയും സംസാരിക്കേണ്ടത് എന്നർത്ഥം. ഇവിടെ പലപ്പോഴും നേരത്തെ പലരും സംസാരിച്ചതുപോലെ കുടുംബം, ജെൻഡർ എന്നൊക്കെ പറയുമ്പോഴേ ഉയർന്നു വരുന്ന പല പ്രശ്നങ്ങളും ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അനീതി ഉണ്ടാവുന്നുണ്ടോ എന്നത് തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം, ആലോചിക്കണം. അനീതി നടക്കുന്നുണ്ടോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ വസ്ത്രം, ഭക്ഷണം, അവളുടെ പാർപ്പിടം, സംരക്ഷണം, സുരക്ഷിതത്വം ഇതൊരു പുരുഷൻ്റെ ബാധ്യതയാണ്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം കെയറിങ് എന്ന് പറയുന്നത് വലിയൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഭയങ്കര സേഫ്റ്റി ഫീൽ ചെയ്യുക, കെയറിങ് കിട്ടുക. ഇതറിഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പുരുഷനോട് എന്ത് ചെയ്യുന്നത്, ഇത് നൽകണമെന്നും പെണ്ണിനിത് കൊടുക്കൽ നിൻ്റെ ബാധ്യതയാണെന്നും പറയുന്നത്. ഈ പെണ്ണതിന് ലഭിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും അതെന്താണ്, അത് സ്ത്രീവിരുദ്ധമാണ്. അങ്ങനെ നടക്കേണ്ടതില്ല. വുമൺ എംപവേർഡാണ് എംപവേർഡ് ആവുന്നത്, ഫിനാൻഷ്യലി എംപവേർഡ് ആകുമ്പോഴാണ് പെണ്ണ് എംപവേർഡ് ആവുന്നത് എന്ന വലിയൊരു വഞ്ചനയുള്ള മുദ്രാവാക്യം നമ്മളുടെ കുട്ടികളെ ഇന്ന് നമ്മളെ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. അയ്യേ പണിയില്ലെങ്കിൽ ഇന്ന് എന്തിനു കൊള്ളാടോ, ഒന്നുമില്ല ഹൗസ് വൈഫാ എന്നാൽ എന്തിനു കൊള്ളാം. നിനക്ക് കുറച്ച് നിലയും വിലയും പവറും കിട്ടണമെങ്കിൽ നീ എന്ത് ചെയ്യണം, ഫിനാൻഷ്യലി എംപവേർഡ് ആവണം. ഇസ്ലാമിൽ അങ്ങനൊരു സാധനം ഉണ്ടോ? ഫിനാൻഷ്യലി എംപവേർഡായ പെണ്ണിന് മാത്രമാണ് വുമൺ എംപവർമെൻറ്റ് സാധ്യമാവുക എന്നൊന്നും ഇസ്ലാമിലില്ല. അവൾക്ക് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൾ ജോലി ചെയ്യട്ടെ, അവൾ പണം സമ്പാദിക്കുകയും ചെയ്യട്ടെ. പക്ഷെ അതൊരു പ്രഷറായിട്ട് ഇങ്ങനെ മാത്രമേ നീ വുമൺ എംപവേർഡ് ആകൂ എന്നൊരു പ്രഷർ ചെയ്യലെന്തില്ല, ഇസ്ലാമിലില്ല. സ്വാഭാവികമായിട്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗർഭധാരണം, പാലൂട്ടൽ എന്നൊക്കെ പറയുന്ന വലിയ ഉത്തരവാദിത്തങ്ങൾ അവളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമ്പോഴേ ഡബിൾ ബേർഡൻ നൽകിയിട്ട്, ഇരട്ട ഭാരം നൽകിയിട്ട് അവളെ ഈ പറയുന്ന വുമൺ എംപവർമെൻറ്റിൻ്റെ അതുണ്ടല്ലോ ഒരു രസിപ്പിക്കുന്ന വർത്തമാനത്തിൽ പലപ്പോഴും ഇങ്ങനെ പിടിച്ചു കെട്ടിയിട്ട് ഇതാണ് നിൻ്റെ എംപവർമെൻറ്റ് എന്ന് പറയുന്ന തിയറികളെ നമുക്ക് കാണുവാൻ സാധിക്കും. മറ്റൊന്നാണ്, ആർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യേണ്ടതില്ല. അത് കുട്ടികളുടെ പലപ്പോഴുള്ള വാദമാണ്. ചില ഇൻ്റർവ്യൂ കണ്ടാൽ നമ്മൾ ഈ അടുത്ത് ഒരു പ്രമുഖയായ ഒരു സിനിമാ നടിയുടെ ഇൻ്റർവ്യൂ അവർ പറയേണ്ടായിരുന്നത്, ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടി ഒന്നും എന്ത് ചെയ്തിട്ടില്ല, അനന്തരാവകാശ സ്വത്തായിട്ട് മാറ്റിവെക്കില്ല. എൻ്റെ സാലറി, എൻ്റെ ഫിനാൻഷ്യൽ എനിക്കുള്ള എൻ്റെ ബാങ്ക് അക്കൗണ്ട് എന്നത് എനിക്ക് യാത്ര ചെയ്യാൻ, ഫുഡ് കഴിക്കാൻ, ആസ്വദിക്കുവാൻ വേണ്ടി ഞാൻ ചെലവഴിക്കും. മക്കൾക്ക് വേണമെങ്കിൽ അവരെന്ത് ചെയ്യട്ടെ, ഉണ്ടാക്കിക്കൊള്ളട്ടെ.
എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ ആസ്വാദനത്തിന് വേണ്ടി നിങ്ങളുടെ സമ്പാദ്യം ചെലവഴിക്കുക. അതേ തിയറിയാണ് സ്ത്രീകളുടെ കാര്യത്തിലും പ്രയോഗിക്കുന്നത്. സ്ത്രീകളോട് പറയോ, നീ നല്ല ഉമ്മയാണ്, അല്ലെങ്കിൽ പ്രസവിക്കുക, പാലൂട്ടുക എന്നൊക്കെ പറയുന്ന കുടുംബം എന്ന് പറയുന്ന സിസ്റ്റം തന്നെ നിന്നെന്താണ് ഇടങ്ങേറാക്കാണ്. നീ ഈ ത്യാഗം എന്നൊക്കെ പറയുന്നതില്ലേ, അത് നിന്നെ ഇങ്ങനെ വരിഞ്ഞു മുറുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ട് കുടുംബം വേണ്ട, കല്യാണമേ വേണ്ട എന്ന്, കുട്ടി വേണ്ട എന്ന് തീരുമാനിക്കുമ്പോഴാണ് നീ എന്താവുക, സ്വതന്ത്രയാവുക. അതേസമയം പുരുഷനോടും പറയും, നീ എന്തിനാണ് ഇങ്ങനെ എല്ലും മുറിയ പണിയെടുത്ത് വെറുതെ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കുന്നത്? നീ നിൻ്റെ ജീവിതത്തിൻ്റെ പരമമായ ആനന്ദവും ആസ്വാദനത്തിനു വേണ്ടി എന്ത് ചെയ്യുക, പോവുക, ആസ്വദിക്കുക, പരമാവധി എൻജോയ്മെൻറ്റ് ചെയ്യുക. നീ നിൻ്റെ ജീവിതത്തെ സുഖാനന്തരങ്ങളിലേക്ക് കൊണ്ടുപോവുക എന്ന തിയറി ആൺകുട്ടികളെയും പഠിപ്പിക്കും. എന്നിട്ട് പറയും, എന്തേ, ത്യാഗം എന്ന് പറയുന്നത് ഒരു മോശം സാധനമാണ്. പക്ഷേ കുടുംബത്തിനെക്കുറിച്ച്, നമ്മളുടെ കുടുംബത്തെ വളരെ അപകടകരമായി ബാധിക്കുന്ന ചില സിദ്ധാന്തങ്ങളാണവ. കുടുംബം എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉണ്ടാകണമെങ്കിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സാക്രിഫൈസ്, ത്യാഗം എന്നത് വളരെ പ്രധാനമാണ്. അതിൻ്റെ ഉമ്മയുടെ ത്യാഗമുണ്ട്, ഉപ്പയുടെ ത്യാഗമുണ്ട്. രണ്ട് ത്യാഗങ്ങളും ഒരുമിച്ച് ചേരുമ്പോഴാണ് യഥാർത്ഥത്തിൽ കുടുംബം എന്ന സിസ്റ്റം ഉണ്ടാവുക, സംവിധാനം ഉണ്ടാവുക. ഇത് തെറ്റാണ്, ഇതൊരു പഴഞ്ചൻ ഏർപ്പാടാണ് എന്ന് പറയുന്നതും നമുക്കിന്ന് പല ലിബറൽ വാദങ്ങളിലും നമുക്കിന്ന് കാണുവാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ചോദ്യങ്ങളിൽ വളരെ പ്രധാനമാണെന്ത്, എൻ്റെ സ്പേസ് എവിടെയാണെന്നല്ലേ, എനിക്ക് എവിടെയാണ് സ്പേസ് ഉള്ളത്, ഞാൻ എൻ്റെ സ്പേസ് എവിടെയാണെന്നൊരു പെണ്ണ് ചോദിക്കും. കുടുംബത്തിൽ എനിക്ക് എവിടെയാണ് സ്ഥാനം, അല്ലെങ്കിൽ സമൂഹത്തിൽ എനിക്ക് എവിടെയാണ് സ്ഥാനം? നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ എൻ്റെ ഇടം എവിടെയാണെന്ന് ചോദിക്കുന്ന പെണ്ണിന് അവളുടെ ഇടം അല്ലെങ്കിൽ അവൻ്റെ ഇടം നിശ്ചയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ഉമ്മാക്ക് നിങ്ങൾ എന്ത് പൊസിഷനാണ് കൊടുക്കുന്നത്? ഒരു ജോലി ചെയ്യാത്ത ഒരു ഉമ്മാക്ക് നിങ്ങൾ എന്ത് പൊസിഷനാണ് കൊടുക്കുന്നത്? അവരുടെ വാക്കിന് വിലയില്ല എങ്കിൽ വീട്ടിൽ നിങ്ങളൊരു കാര്യം കൂടിയാലോചിക്കുന്ന സമയത്ത് മോളുടെ അഭിപ്രായത്തിന് അത് പ്രശ്നമില്ല, അത് മോളല്ലേ, വാ ആൺകുട്ടികളൊക്കെ വാ നമുക്കൊന്ന് ഇരുന്ന് സംസാരിക്കാലോ എന്നാണ് പറയുന്നതെങ്കിൽ നമ്മൾ എന്ത് വിലയാണ് അവൾക്ക് എവിടെ ഇടം എന്നത് അവൾ ചിന്തിക്കും. മുമ്പത്തെ പോലെയല്ല, സ്വാഭാവികമായിട്ട് അവൾ ചിന്തിക്കും, എനിക്കെവിടെയാണ് ഇടം, യഥാർത്ഥത്തിൽ എനിക്ക് എന്ത് റെസ്പെക്റ്റാണ് ഈ കുടുംബം തരുന്നത് എന്ന ചോദ്യം മുൻകാലങ്ങളെക്കാളും കൂടുതൽ നമ്മളുടെ പെൺകുട്ടികൾ ഇന്ന് ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇസ്ലാമിൻ്റെ ഒരു ബേസിൽ നിന്നുകൊണ്ട് നീതിയെക്കുറിച്ച്, ഇടത്തെക്കുറിച്ച്, ത്യാഗത്തെക്കുറിച്ച് തീർച്ചയായിട്ടും നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണമെന്നാണ് ഈ സമയത്ത് പറയുവാനുള്ളത്. അതിൽ അവസാനമായിട്ട് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് നമ്മൾ പറയാം അല്ലേ, സ്വാതന്ത്ര്യം എന്നതിനെക്കുറിച്ച് പറയും. നേരത്തെ നമ്മൾ എപ്സ്റ്റീൻ ഫയലിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്ലേ, വലിയ വലിയ മനുഷ്യർ ആനന്ദത്തിന് വേണ്ടിയാണല്ലോ അവരവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടാവുക. അവരുടെ ആനന്ദം എന്ന് ചോദിച്ചാൽ ആരാണ് ആനന്ദിക്കുന്നത് ചോദിച്ചാൽ പുരുഷന്മാരാണ്. ആര് കാരണമായിട്ടാണ് ആനന്ദിക്കുന്നത് ചോദിച്ചാൽ വളരെ ചെറിയ പെൺകുട്ടികളെ കൊണ്ടാണ് അവർ ആനന്ദിക്കുന്നത്. അപ്പോൾ അവരുടെ ആനന്ദത്തിന് അവർ യഥാർത്ഥത്തിൽ ഈ ആനന്ദിക്കുന്ന മനുഷ്യരൊക്കെയും ധാരാളമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെൺകുട്ടികളെക്കുറിച്ച്, പെൺകുട്ടികളുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ച്, അവരുടെ വസ്ത്രധാരണത്തിൻ്റെ ഫ്രീഡമിനെ കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ അവരുടെ ആനന്ദം ഈ പറയുന്ന മോഡലുകളായ കുടുംബങ്ങളിലെ പാവപ്പെട്ട പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ചതിന് ശേഷമാണ് അവരും ആനന്ദം കണ്ടെത്തുന്നത് എന്നതൊക്കെയും തീർച്ചയായിട്ടും ഈ ജെൻഡർ തിയറിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ പറയുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടുന്ന വിഷയമാണ്. അവസാനമായിട്ട് നേരത്തെ ഇവിടെ സീറ്റ് സൂചിപ്പിച്ചു അല്ലേ, കുടുംബത്തിൽ ചിലത് നമ്മൾ കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കുടുംബത്തിന് എവിടെയാണ് ആണിൻ്റെയും പെണ്ണിൻ്റെയും ഇടം? ഇതൊരു കുടുംബത്തിന് നേരെ കത്തിവെക്കുന്ന സമയത്ത്, വേരറക്കുന്ന സമയത്ത്, കുടുംബത്തിൻ്റെ വേരറക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൻ്റെ പല വാദങ്ങളും എന്ത് ചെയ്യുന്നു, മെല്ലെ മെല്ലെ ഇല്ലാതായി പോകുന്നു എന്ന് ആളുകൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ചിലപ്പോഴേ നമ്മുടെ പെൺകുട്ടികൾ നമ്മളോട് ചോദിക്കുമോ, അതിനെന്താ ആണും പെണ്ണും ഒരുമിച്ചിരുന്നാൽ എന്താ ഇപ്പോൾ ഭൂകമ്പം സംഭവിക്കുമെന്ന് ചോദിക്കും അല്ലേ. അപ്പോൾ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഒരു അതിരുമില്ലാതെ ഇടകലരുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് പ്രഖ്യാപിക്കാം. രാത്രി അത് സേഫാണോ അല്ലയോ എന്നൊന്നും നോക്കേണ്ടതില്ല, ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് പ്രഖ്യാപിച്ചു കളയും. ഇനിയോ ഒരു കൂട്ടത്തിലിരിക്കുന്ന സമയത്ത് യാതൊരു മാനേഴ്സുമില്ലാതെ വസ്ത്രധാരണം ധരിക്കുന്ന ഇത് എൻ്റെ അവകാശമാണ്, എൻ്റെ ചോയ്സാണെന്ന് പറയുന്നതാണ് സ്വാതന്ത്ര്യമെന്ന് പ്രഖ്യാപിച്ചു കളയും. ഒടുവിലോ
പുരുഷൻ്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കുന്ന സമയത്ത് നമ്മളതിനെതിരെ വർത്തമാനം പറയുകയും ചെയ്യും. ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, 2 വ്യക്തികളെയും അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് അനാറ്റമിക്കലി, ഫിസിക്കലി, മെൻ്റലി, സെക്ഷലി വ്യത്യസ്തമാണ് എന്ന് അറിഞ്ഞുകൊണ്ട് വേണം അവരുടെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവരുടെ ഇടത്തെക്കുറിച്ചും സംസാരിക്കാനെന്ന് വ്യത്യസ്തങ്ങളായ ഖുർആനിക പാഠങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇസ്ലാമിൻ്റെ ഇത്തരം മൂല്യങ്ങളെ ഗൗരവത്തോടു കൂടി കാണുകയും ആ മൂല്യങ്ങളെക്കുറിച്ച് നല്ല ജാഗ്രത പാലിക്കുകയും ചെയ്യുക എന്നതാണ് ജെൻഡർ പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ടുന്ന പാഠം. അതോടൊപ്പം കുടുംബവുമായി ബന്ധപ്പെട്ട് ആൺ പെൺ ഇടത്തെക്കുറിച്ച്, സ്വാതന്ത്ര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കാം. മൊറാലിറ്റിയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഗൗരവത്തിലുള്ള ചർച്ചയും വായനയും ഈ വിഷയത്തിൽ വേണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.